കർണാടകയിലെ യുവമോർച്ച നേതാവ് പ്രവീൺ നെട്ടാരു വധക്കേസിലെ പ്രതി ഒളിവിൽ കഴിഞ്ഞത് കൊച്ചിയിലെ ഷവർമ്മ കടയിൽ. കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളായ കുടക് സ്വദേശി അബ്ദുൾ നസീറിനെ കഴിഞ്ഞ ദിവസമാണ് NIA പിടികൂടിയത്. പള്ളുരുത്തിയിലെ ഷവർമ്മ കടയിൽ പ്രതിയെ ജോലി ചെയ്ത് വരികയായിരുന്നു. രാഗിൻ വിവരങ്ങളുമായി. രാഗിൻ, എന്താണ് വിശദാംശങ്ങൾ? ശ്രീജ, കഴിഞ്ഞ ദിവസമാണ് കർണാടകയിലെ യുവമോർച്ച നേതാവായിട്ടുള്ള പ്രവീൺ നെട്ടാരു വധക്കേസിൽ രണ്ടുപേരിൽ അതിൽ ഒരാളെ NIA കൊച്ചിയിൽ നിന്ന് പിടികൂടിയത്. അത് ഇവിടെ ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു. കൊച്ചി പള്ളുരുത്തിയിലാണ് ഇയാൾ ഒളിവിൽ കഴിഞ്ഞു വന്നിരുന്നത്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇയാളുടെ ഒളിവ് ജീവിതം കഴിഞ്ഞ കുറേ കാലങ്ങളായി ഒരു ഷവർമ്മ കടയിലായിരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. ഇയാൾ അവിടെ ജോലി ചെയ്ത് വരികയായിരുന്നു. ഷവർമ്മ കടയിൽ അവിടെ പാചക തൊഴിലാളിയും മറ്റുമൊക്കെയായി ജോലി ചെയ്ത് മുന്നോട്ട് നീങ്ങുകയായിരുന്നു. ഇതിനിടയിലാണ് NIAയ്ക്കും മറ്റ് ബന്ധപ്പെട്ട ഏജൻസികൾക്കും ഇതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ കിട്ടുന്നത്. ഈ ഒളിവിലുള്ള ആൾ കൊച്ചി പള്ളുരുത്തിയിലെ ഒരു ഷവർമ്മ കടയിൽ ഉണ്ടെന്ന്. തുടർന്നാണ് പോലീസും അതോടൊപ്പം തന്നെ NIA സംഘവും അവിടേക്ക് എത്തുന്നത്. ബംഗളൂരു അതോടൊപ്പം തന്നെ കൊച്ചി NIA യൂണിറ്റുകളിലെ സംഘാംഗങ്ങളാണ് അവിടേക്ക് വരുന്നത്. പോലീസും അതിനുശേഷം അവിടെ എത്തിയ ഘട്ടത്തിൽ ഇയാൾ കടയിൽ ഉണ്ടായിരുന്നു. കടയിൽ നിന്ന് ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നു. ആ ഘട്ടത്തിൽ ഇയാൾ കാര്യമായ റെസിസ്റ്റൻസ് നടത്തിയില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അന്വേഷണ ഏജൻസികൾ തന്നെ തിരക്കി വരുമെന്ന് അറിയാമായിരുന്നു. അതുകൊണ്ട് റെസിസ്റ്റൻസ് നടത്തിയില്ല എന്നതാണ് അന്വേഷണ ഏജൻസികളുമായി നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇയാളെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ ഈ കടയുടമയുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെ പോലീസിനോട് പറഞ്ഞതായി പോലീസ് സംഘം വ്യക്തമാക്കുന്നത്. ഇത്തരത്തിൽ ഇയാൾ ഇങ്ങനെ ഒരു കേസിൽ ഉൾപ്പെട്ട ആളാണെന്ന് അറിയില്ലായിരുന്നു, ഇവിടെ ജോലി തിരക്കി വന്നതാണ് എന്നടക്കമുള്ള കാര്യങ്ങളാണ്. പക്ഷേ അത് പൂർണ്ണമായും അന്വേഷണ ഏജൻസികൾ വിശ്വസിക്കുന്നില്ല. എല്ലാ ആംഗിളുകളും പരിശോധിക്കുന്നുണ്ട്. NIA സംബന്ധിച്ചിടത്തോളം ഈ കേസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിയാണ് അബ്ദുൾ നസീർ. ഇയാളെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നു. അപ്പോൾ ഇയാൾക്ക് ഒളിവ് ജീവിതം നയിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ആ രീതിയിൽ തന്നെ നൽകിയിട്ടുണ്ടോ ആരെങ്കിലും എന്ന കാര്യമാണ് പരിശോധിക്കുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ ഹാർബറിംഗ് ഉൾപ്പെടെയുള്ള വകുപ്പുകളും ഇതിൽ അട്രാക്ട് ചെയ്യപ്പെടും. ഇതിൽ മുന്നറിവുണ്ടായിരുന്നോ, ഇങ്ങനെ ഇയാൾ കേസിൽ ഉൾപ്പെട്ട ആളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഒളിത്താവളം ഒരുക്കിയിട്ടുണ്ടോ ആരെങ്കിലും എന്ന ആംഗിൾ കൂടി പരിശോധിക്കും. എന്തായാലും വളരെ സുപ്രധാനമായ ഒരു കേസാണിത്. പ്രവീൺ നെട്ടാരു വധക്കേസ് നേരത്തെ 2022 ഉണ്ടാകുന്നത്. PFI പ്രവർത്തകരായിരുന്നു അല്ലെങ്കിൽ PFI നേതാക്കളായിരുന്നു ഈ കൊലപാതകത്തിന് പിന്നിൽ എന്ന് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു. ആദ്യം കർണാടക പോലീസ് അന്വേഷിക്കുകയും പിന്നെ ബംഗളൂരു NIA യൂണിറ്റ് ഈ കേസ് ഏറ്റെടുക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. കേരളം, കർണാടക, തമിഴ്നാട് ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ പ്രതികൾക്കായി പരിശോധനയും ഒക്കെ നടത്തിയിരുന്നു. 24ഓളം പ്രതികൾ ഇതിനോടകം അറസ്റ്റായിട്ടുണ്ട്. ഗൂഢാലോചന അതോടൊപ്പം തന്നെ ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരടക്കം ഇനിയും ചില പ്രതികൾ കൂടി വലയിലാകാനുണ്ട്. എന്തായാലും ഇവരെങ്ങനെ ഇത്രയും നാൾ ഒളിവിൽ കഴിഞ്ഞു എന്ന കാര്യം പരിശോധിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായി NIA പരിശോധിക്കും. നേരത്തെ ഇയാളെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നവർക്ക് 2 ലക്ഷത്തോളം രൂപ ഇനാം നേരത്തെ NIA പ്രഖ്യാപിച്ചിരുന്നതുമാണ്. കഴിഞ്ഞ ദിവസം മറ്റൊരു NIA കേസ്, കൊച്ചി യൂണിറ്റ് എടുത്ത കേസിൽ 3 വർഷത്തിന് ശേഷം ഒരാൾ മംഗലാപുരത്തിൽ ഒളിവിൽ കഴിഞ്ഞയാൾ കൊച്ചിയിലെ കോടതി കീഴടങ്ങുകയുണ്ടായിരുന്നു, TA അയ്യൂബ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെ ഇവർക്ക് ഒളിവിൽ ഹൈഡൌട്ട്സ് ഒരുക്കുന്നു, അല്ലെങ്കിൽ അത് ഇവരെങ്ങനെ ആ രീതിയിൽ തന്നെ അവിടെ കഴിയുന്നു എന്ന കാര്യം NIA സ്വാഭാവികമായിട്ടും പരിശോധിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികളും ഉണ്ടാകും. ശരി, രാഗിനാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ.